അങ്ങനെ മസാലക്കപ്പലണ്ടിയും കുറിച്ചുകൊണ്ട് അത്ഭുതച്ചെടി കാണാനുള്ള യാത്രാമധ്യേ നമ്മുടെ കോമ്പച്ചേട്ടൻ പറയുക, ബോസ്മാൻ ഇവിടെ തൊട്ടപ്പുറത്ത് എൻ്റെ ഒരു ആൻറ്റിയുടെ വീടുണ്ട്, കുറച്ച് നാളായി ഞാൻ ആൻറ്റിയെ കണ്ടിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് പോകാം. അവിടെ ചെന്നപ്പം നമ്മുടെ കോമ്പച്ചേട്ടൻ്റെ ആൻറ്റി നല്ല ചൂട് ഫുഫു ഇരുന്ന് ആഫ്രിക്കൻ സ്റ്റൈലിൽ കഴിക്കുന്നു. ഇവിടെ ഉള്ള ഒരു ഫുഫു കഴിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇങ്ങനെ ഫുഫു ചെറുതായിട്ട് ഉരുട്ടി മേളിലോട്ട് എറിഞ്ഞൊന്ന് ക്യാച്ചൊക്കെ പിടിച്ചിട്ടാണ് ഇവരുടെ കഴിപ്പ്. നല്ല ചൂട് ഫുഫു കണ്ടതും നമ്മുടെ കോമ്പച്ചേട്ടൻ വിടുവോ, തൊട്ടപ്പുറത്തിരുന്ന് ഒരു പാത്രം എടുത്ത് പിടിച്ചുകൊണ്ട് വിശക്കുന്നമ്മ വല്ലതും തായോ. അപ്പൊ ഞാൻ പറഞ്ഞു, ആ പാത്രമെങ്കിലും ഒന്ന് കഴുകടേ. അതിന്റെ ആവശ്യമൊന്നുമില്ല ബോസ്മാൻ, ഇത് നല്ല മുളക് ചട്നി ഉണ്ടാക്കിയ പാത്രമാ, ഇതിലിട്ട് തിന്നു കഴിഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാ. അങ്ങനെ നല്ല ചൂട് ഫുഫുവും ഒക്ര സോസും കൂടെ നമ്മുടെ ആന്റി ഒരു പാത്രത്തിലാക്കി നമ്മുടെ കോമ്പച്ചേട്ടന് പാഴ്സലായിട്ട് കൊടുത്ത്. ഈ ഒക്ര സോസ് എന്ന് പറഞ്ഞ വെണ്ടയ്ക്കൊക്കെ ഇട്ട് ചിക്കനും ബീഫും ഫിഷും എല്ലാം കൂടെ ഒന്നിച്ചിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ്. അങ്ങനെ ഫുഫുവിന്റെ പാഴ്സലൊക്കെ വാങ്ങി ബാഗിനകത്ത് വെച്ചിട്ട് നമ്മുടെ കോമ്പച്ചേട്ടൻ കൊണ്ടുപോയി ആ അത്ഭുത ചെടി കാണിച്ചു തന്നു. ഏതായാലും നമ്മുടെ കോമ്പച്ചേട്ടൻ അടിച്ചു മാറ്റി നട്ടു വളർത്തിയ ആഫ്രിക്കൻ ചെടി കണ്ട് നമ്മുടെ ബോസ്മാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇനി ഈ ചെടിയുടെ പേരറിഞ്ഞൂടാൻ വയ്യാത്ത ഏതെങ്കിലും മലയാളികൾ ഉണ്ടാവുമോ എന്തോ.